ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു താനൂസ് ഡയറീസ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ DHL സ്റ്റാഫ് നഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ അതിന് നെക്സ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളായി നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ ഒക്കുപേഷണൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഒക്കുപേഷണൽ ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് എർഗണോമിക്സ്. എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഫിറ്റിംഗ് ഓഫ് ജോബ് ടു ദ വർക്കർ ഇൻ ഓർഡർ ടു അച്ചീവ് ബെസ്റ്റ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് മാൻ ആൻഡ് ഹിസ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു വ്യക്തിക്ക് അവർക്ക് പറ്റിയ ജോബ് കണ്ടുപിടിച്ച് കൊടുക്കുക, അതിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ എർഗണോമിക്സ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഇറ്റ്സ് എ ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഫിറ്റിംഗ് ഓഫ് ജോബ് ടു ദ വർക്കർ ഇൻ ഓർഡർ ടു അച്ചീവ് ബെസ്റ്റ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് മാൻ ആൻഡ് ഹിസ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ഒരു ജോബും വർക്കിംഗ് എൻവയോൺമെൻറ്റുമായിട്ട് ഒരു വ്യക്തി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് യൂജെനിക്സ്? യൂജെനിക്സ് എന്ന് വെച്ചാൽ എ സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് എയിം ടു ഇംപ്രൂവ് ദ ജനറ്റിക് ക്വാളിറ്റി ഓഫ് എ ഹ്യൂമൻ പോപ്പുലേഷൻ. അപ്പം നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ജനറ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസിനെയാണ് നമ്മൾ യൂജെനിക്സ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് യൂജെനിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് യൂജെനിക്സ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് കേട്ടോ. ഫ്രാൻസിസ് ഗാൽട്ടൺ. നെക്സ്റ്റ് എന്താണ് യൂത്തെനിക്സ്? യൂത്തെനിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഫങ്ഷനിങ് ആൻഡ് വെൽബീയിങ് ബൈ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലിവിങ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ യൂത്തെനിക്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫങ്ഷനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ വെൽബീയിങ്ങിനെയും ഫങ്ഷനിങ് കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് യൂത്തെനിക്സ്. സ്റ്റഡി ഓഫ് ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഫങ്ഷനിങ് ആൻഡ് വെൽബീയിങ് ബൈ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലിവിങ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ. അതായത് നമ്മുടെ ലിവിങ് കണ്ടീഷൻസിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ഫങ്ഷനിങ്ങിനെ വെൽബീയിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ യൂത്തെനിക്സ് എന്ന് പറയുന്ന എക്സാമ്പിൾ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒക്കുപേഷണൽ ഹെൽത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഒക്കുപേഷണൽ ഹസാർഡ്സ്. എന്താണ് ഒക്കുപേഷണൽ ഹസാർഡ്സ്? അപ്പോൾ ഒക്കുപേഷണൽ ഹസാർഡ്സ് ആണ് നമുക്ക് ഒക്കുപേഷണൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഒക്കുപേഷണൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ട്, പിന്നെ കെമിക്കൽ ഹസാർഡ്സ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഹസാർഡ്സ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് നോക്കാം. ഓക്കെ, ഫിസിക്കൽ ഹസാർഡ്സിൽ ഫസ്റ്റ് വൺ ഇസ് ഹീറ്റ്, ചൂട്. മോസ്റ്റ് കോമൺ ഫിസിക്കൽ ഹസാർഡാണ് ഹീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എഫക്റ്റീവ് വർക്കിംഗ് ടെമ്പറേച്ചർ ഈസ് ഐഡൻറ്റിഫൈ 20 to 27 degrees സെൽഷ്യസ്. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചർ 20-27 20 to 27 degrees സെൽഷ്യസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അല്ലേ? നമുക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ എഫക്റ്റീവ് വർക്കിംഗ് ടെമ്പറേച്ചർ ഈസ് 20 to 27 degrees സെൽഷ്യസ് ആണ്. സോ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ട് കോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തണുപ്പ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാറുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് ട്രെഞ്ച് ഫുഡ്, ഫ്രോസ്റ്റ് ബൈറ്റ്, പിന്നെ ചിൽ ബ്ലെയിൻസ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റെയ്നോൾഡ്സ് ഫിനോമിന, അതായത് നമ്മുടെ കയ്യിലിങ്ങനെ തണുപ്പ് കൊണ്ട് ഇങ്ങനെ നമുക്ക് സ്പാസം വരുന്നതിനെയാണ് റെയ്നോൾഡ്സ് ഡിസീസ് എന്നൊക്കെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫിസിക്കൽ ഹസാർഡാണ് ലൈറ്റ്. ക്രോണിക് എക്സ്പോഷർ വിത്ത് ഡിം ലൈറ്റ് ലീഡ്സ് ടു മിനിയസ് നിക്സ്റ്റാഗ്മസ്. അതായത് ഇപ്പം നമുക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ലൈറ്റിംഗ് സിസ്റ്റം വേണം, അല്ലേ? നമ്മൾ എപ്പോഴും ചിലപ്പോൾ ചില ഒക്കുപേഷനിൽ നമുക്ക് ഡിം ലൈറ്റിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിം ലൈറ്റിൽ നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്താൽ ക്രോണിക് എക്സ്പോഷർ ടു ഡിം ലൈറ്റ്സ് ലീഡ്സ് ടു മിനിയസ് നിക്സ്റ്റാഗ്മസ്. ഓക്കെ, മിനിയസ് നിക്സ്റ്റാഗ്മസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോയിസ്. ഓഡിറ്ററി ഓർ നോൺ ഓഡിറ്ററി ഡിഫ്നെസ് നോയ്സ് ലെവൽ മോർ ദാൻ 160 decibel. അതായത് നോയ്സും നമുക്ക് ഭയങ്കര പൊല്യൂഷനായിട്ടുള്ള ഒരു നോയ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് യന്ത്രങ്ങളുടെയൊക്കെ ഭയങ്കര സൗണ്ട് കാരണം അവരെന്ത് ചെയ്യുമെന്നറിയാമോ? പിന്നീട് അവരൊരു സ്റ്റേജിൽ അവർക്ക് ഡെഫ്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മോർ ദാൻ 160 decibelന് മുകളിൽ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഡെഫ്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് നോയ്സ് ഒരു ഫിസിക്കൽ ഹസാർഡാണ്, ഒക്കുപേഷണൽ ഹസാർഡാണ്. ദെൻ വരുന്നത്
പ്രഷർ ഈസ് ഓൾസോ എ ഫിസിക്കൽ ഹസാർഡ്. ഇതിൽ നമുക്ക് ഭയങ്കര പ്രഷർ എക്സേർഷൻ കാരണം വരുന്നൊരു ഡിസീസാണ് കേസൺ ഡിസീസ്. നെക്സ്റ്റ് ഫിസിക്കൽ ഹസാർഡാണ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബോഡി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ വൈറ്റ് ഫിംഗേഴ്സ് ഉണ്ടാവും. വൈറ്റ് ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ ഫിംഗേഴ്സ് ഭയങ്കര ഹൈലി സെൻസിറ്റീവ് ടു സ്പാസം, മനസ്സിലായോ? പെട്ടെന്ന് ഇങ്ങനെ ഒച്ച് പിടിക്കുന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉണ്ട്. അതാണ് വൈറ്റ് ഫിംഗേഴ്സ് വൈബ്രേഷനിൽ നമ്മൾ കണ്ടിന്യൂസ് എക്സ്പോഷർ ആയിക്കൊണ്ടിരുന്നാൽ. പിന്നെ യു വി റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റേഡിയേഷൻ അടിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, പിന്നെ കെരാറ്റൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അയണൈസിങ് റേഡിയേഷൻ മാക്സിമം പെർമിസിബിൾ ലെവൽ ഓഫ് ഒക്കുപേഷണൽ എക്സ്പോഷർ ഈസ് 5 ആണ് കേട്ടോ. 5 അയണൈസിങ് റേഡിയേഷൻ പെർ ഇയർ പെർ ഹോൾ ബോഡി കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചു ഫിസിക്കൽ ഹസാർഡ്സിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ബയോളജിക്കൽ ഹസാർഡ്സ് ആണ് കേട്ടോ. ബയോളജിക്കൽ ഹസാർഡ്സിൽ ആന്ത്രാക്സ്, ലെപ്റ്റോസ്പൈറോസിസ്, ബ്രൂസലോസിസ്, ടെറ്റനസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെയാണ് ബയോളജിക്കൽ. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മുടെ ബയോളജിക്കൽ ഹസാർഡ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ ഹസാർഡ്സ്. ചിലപ്പോൾ കെമിക്കൽ ഹസാർഡ്സ് നമുക്ക് ലോക്കൽ ആക്ഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുന്നത് വഴി സിസ്റ്റമിക് ആക്ഷൻസും ഉണ്ടാക്കാം കേട്ടോ. മോസ്റ്റ് കോമൺ കെമിക്കൽ ഡസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് സിലിക്കോസിസ് ആൻഡ് ആന്ത്രാസിസ് ആണ് കേട്ടോ. സിലിക്കോസിസ് എന്ന് പറയുമ്പോൾ ഇൻഹലേഷൻ ഓഫ് സിലിക്കോൺ പാർട്ടിക്കിൾസ്. ആന്ത്രക്കോസിസ് എന്ന് പറയുമ്പോൾ ഇൻഹലേഷൻ ഓഫ് കോൾ ഡസ്റ്റ്. ഓക്കെ, എന്താണ് ന്യൂമോകോണിയോസിസ് എന്ന് വെച്ചാൽ ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് വിത്തിൻ ദ സൈസ് റേഞ്ച് ഓഫ് 0.5 to 3 micron can enter into the lungs directly known as respirable dust. ഓക്കെ, ന്യൂമോകോണിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് വിത്തിൻ ദ സൈസ് റേഞ്ച് ഓഫ് 0.5 to 3 micron ആണ്. ബൈസിനോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഹലേഷൻ ഓഫ് കോട്ടൺ ഫൈബർ ഡസ്റ്റ്, അത് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്, ഓക്കുപേഷണൽ ഹെൽത്ത് ഡിസീസാണ് നമ്മുടെ ബൈസിനോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ഞിയുടെ ഒരു പൊടിയൊക്കെ നമ്മുടെ ഉള്ളിൽ പോകുന്നത് കാരണം ഇൻഹലേഷൻ ഓഫ് കോട്ടൺ ഫൈബർ ഡസ്റ്റ്. മൺഡേ മോർണിംഗ് ഫീവർ എന്നാണ് നമ്മുടെ ബൈസിനോസിസ് പറയുന്നത്, മൺഡേ മോർണിംഗ് ഫീവർ. നെക്സ്റ്റ് ബാഗസോസിസ്, അത് നമുക്കറിയായിരിക്കും ഇൻഹലേഷൻ ഓഫ് ഷുഗർ കെയിൻ ഡസ്റ്റ് ആണ്. ഷുഗർ കെയിൻ ഡസ്റ്റ് ഇൻഹേൽ ചെയ്തുകൊണ്ടുവരുന്ന ഒരു ഡിസീസാണ് ബാഗസോസിസ്. ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു തെർമോഫിലിക് ആക്ടിനോമൈസിഡ് സക്കാരി. അതായത് നമ്മുടെ നമ്മുടെ ഷുഗർ കെയിനിൽ ഉള്ള ഒരു ഫംഗിയാണ് തെർമോഫിലിക് ആക്ടിനോമൈസിഡ് സക്കാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കാരണമാണ് നമുക്ക് ഈ ബാഗസോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാകുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേയിങ് ബാഗസ് വിത്ത് ഫംഗിസൈഡ്സ്, അതായത് നമ്മൾ ഈ ഷുഗർ കെയിനിൽ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഫംഗിസൈഡ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2% പ്രൊപ്യോണിക് ആസിഡ് ഫംഗിസൈഡായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വരാതെ പ്രിവെൻറ്റ് ചെയ്യാം. എന്താണ് ഫാമേഴ്സ് ലാങ്? ഇൻഹലേഷൻ ഓഫ് ഹേസ് ഓർ ഗ്രെയിൻ ഡസ്റ്റ്, അതായത് ധാന്യങ്ങളുടെ പൊടി, ഹേസ് ഓർ ഗ്രെയിൻ ഡസ്റ്റിനാണ് നമ്മൾ ഫാമേഴ്സ് ലങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് സിലിക്കോസിസ് എന്ന് വെച്ചാൽ ഇൻഹലേഷൻ ഓഫ് SiO2 പാർട്ടിക്കിൾസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഡെൻസ് നോഡുലർ ഫൈബ്രോസിസ്. അപ്പോൾ സിലിക്കോൺ പാർട്ടിക്കിൾസ് ഇൻഹെയിൽ ചെയ്യുന്ന കാരണം നമ്മളെ ലങ്ങിൽ ഫൈബ്രോസിസ് ഉണ്ടാവും കേട്ടോ, നോഡ്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ നമ്മുടെ സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത് കേട്ടോ. ചെസ്റ്റ് എക്സ്റേയിൽ സ്നോസ്റ്റോം അപ്പിയറൻസ് ആയിരിക്കും സിലിക്കോസിസ്. ഓർമ്മിച്ച് വെച്ചാൽ മതി, സിലിക്കോസിസ് സ്നോസ്റ്റോം അപ്പിയറൻസ്. അൾട്രാസൗണ്ടിൽ സ്നോസ്റ്റോം അപ്പിയറൻസ് കാണുന്ന വേറൊരു കണ്ടീഷനുണ്ട്, അത് നമ്മൾ പഠിച്ചതാണ്, മോളാർ പ്രഗ്നൻസി അല്ലേ. മോളാർ പ്രഗ്നൻസി അല്ലെങ്കിൽ ഹൈഡാറ്റിഡിഫോം മോളിലും ഈ ഒരു US അൾട്രാസൗണ്ടിൽ നമുക്ക് ഈ സ്നോസ്റ്റോം അപ്പിയറൻസ് കാണാൻ പറ്റും കേട്ടോ. രണ്ടും സ്നോസ്റ്റോം അപ്പിയറൻസ് നമുക്ക് സിലിക്കോസിസിലും കാണാൻ പറ്റും കേട്ടോ, അൾട്രാസൗണ്ടിൽ നമുക്ക് മോളാർ പ്രഗ്നൻസിയിലും കാണാൻ പറ്റും. ഇനി എന്താണ് ആന്ത്രക്കോസിസ്? ആന്ത്രക്കോസിസ് എന്ന് വെച്ചാൽ ഇൻഹലേഷൻ ഓഫ് കോൾ ഡസ്റ്റ് ആണ് ആന്ത്രക്കോസിസ് കേട്ടോ. ഇൻഹലേഷൻ ഓഫ് കോൾ ഡസ്റ്റ് ആണ് ആന്ത്രക്കോസിസ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് മാസീവ് ഫൈബ്രോസിസ് ഉണ്ടാകും, ഇതിലും ലങ്ങിൽ ഫൈബ്രോസിസ് ഉണ്ടാകാൻ ഭയങ്കര ചാൻസ് ആണ് കേട്ടോ. പിന്നെ എന്താണ് സിഡറോസിസ്? സിഡറോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അയൺ ഡസ്റ്റ് ഇൻഹലേഷൻ സിഡറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആസ്ബസ്റ്റോസിസ്. അത് ഒരു ഓക്കുപേഷണൽ ഡിസീസാണ് കേട്ടോ. ആസ്ബസ്റ്റോസിസ് ഇറ്റ് കോസ് മീസോത്തീലിയം ഓഫ്
പ്ലൂറ, അതായത് നമ്മുടെ പ്ലൂറയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെസ്റ്റ് എക്സ്റേ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കും കേട്ടോ. ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് കാണുന്ന വേറൊരു കണ്ടീഷനാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം കേട്ടോ. റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിലും ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആണ് ചെസ്റ്റ് എക്സ്റേയിൽ. ഓക്കെ, ഇനി ലെഡ് പോയ്സണിങ്. ലെഡ് പോയ്സണിങ് ഒക്കേഴ്സ് ഇൻഹലേഷൻ, ഇഞ്ചക്ഷൻ ആൻഡ് ത്രൂ സ്കിൻ. ലെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് ഈ ലെഡ് മീൻസ് പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ലെഡ് പോയ്സണിങ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ലെഡ് എന്ന് പറയുന്നത് ഇൻഹലേഷൻ വഴി നമ്മുടെ ഉള്ളിലേക്ക് പോവാം, ഇഞ്ചക്ഷൻ വഴി ഉള്ളിലേക്ക് പോകാം, പിന്നെ സ്കിന്നിലൂടെയും ഇതകത്ത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറാറുണ്ട് കേട്ടോ ഈ ലെഡ് എന്ന് പറയുന്ന സാധനം. Normal blood levels of lead is about 25 microgram per 100 ml ആണ് കേട്ടോ. 25 microgram per 100 ml. More than 70 microgram per 100 ml blood is generally associated with clinical symptoms. അപ്പോൾ നോർമൽ നമ്മുടെ ബ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 25, ലെഡിൻ്റെ ലെവൽ 25 മൈക്രോഗ്രാം പെർ 100 ml. അത് നമ്മുടെ ബ്ലഡിൽ ലെഡിൻ്റെ ലെവൽ 70 മൈക്രോഗ്രാം പെർ 100 ml കൂടുവാണെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി എന്തൊക്കെയാണ് ലെഡ് പോയ്സണിങ്ങിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അബ്ഡോമിനൽ പെയിൻ കാണും കേട്ടോ, ഭയങ്കര അബ്ഡോമിനൽ പെയിൻ ആയിരിക്കും. കോളിക്കി പെയിൻ ആയിരിക്കും, ഭയങ്കര അബ്ഡോമിനൽ പെയിൻ ആയിരിക്കും. ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും പേഷ്യൻ്റ്. ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ. ബ്ലൂ ലൈൻ ഓൺ ദ ഗംസ്, നമുക്ക് ഗംസിൽ ഒരു നീല കളർ ലൈൻ കാണാൻ പറ്റും, ഗംസിലൊക്കെ നീല കളർ ലൈന്. സ്റ്റിപ്ലിംഗ് ഓഫ് റെഡ് സെൽസ്, ദെൻ അനീമിയ ഉണ്ടാവും, റിസ്റ്റ് ഡ്രോപ്പ് ഉണ്ടാവും, ഫുഡ് ഡ്രോപ്പ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് സിവിയർ ലെഡ് പോയ്സണിങ്ങിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ മാനേജ് ചെയ്യാം? മാനേജ്മെൻറ്റ് ഗ്യാസ്ട്രിക് ലവാഷ്, വയർ വാഷ് ചെയ്യാം. പിന്നെ കീലേറ്റിംഗ് ഏജൻറ്റ്സ് സച്ചസ് ഡീപെൻസിലമൈൻ ആൻഡ് കാൽഷ്യം EDTA വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കീലേറ്റിംഗ് ഏജൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലേക്ക് കൊടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് പുറത്തെത്തിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. കീലേറ്റിംഗ് ഏജൻറ്റ്സ് സച്ചസ് ഡീപെൻസിലമൈൻ ആൻഡ് കാൽഷ്യം EDTA ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലെഡ് പോയ്സണിങ്ങിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്, മാനേജ് ചെയ്യുന്നതാണ് കേട്ടോ. Then occupational cancers. First one is skin cancer. 75% of occupational cancer are skin cancer. Occupational related cancer 75% skin cancer ആണ് കേട്ടോ. Then cancer of bladder. ഡൈയിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ബ്ലാഡർ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. മെയിനായിട്ടും അനിലിൻ ഡൈ ആണ് ഇതിന് കാരണമാവുന്നത്. പിന്നെ റബ്ബർ, ഗ്യാസ്, ഇലക്ട്രിക് കേബിൾ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ക്യാൻസർ ഓഫ് ബ്ലാഡർ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. റബ്ബർ, ഗ്യാസ്, ഇലക്ട്രിക് കേബിൾ ഇൻഡസ്ട്രീസ്. ഓക്കെ, ദെൻ ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ. എക്സ്പോഷർ ടു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, അതെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയിട്ട് എക്സ്പോഷർ പറഞ്ഞവർക്ക് ലുക്കീമിയ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി പ്രിവെൻഷൻ ഓഫ് ഒക്കുപേഷണൽ ഡിസോർഡേഴ്സ്. എങ്ങനെ നമുക്ക് ഈ ഒക്കുപേഷണൽ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാം? ഫസ്റ്റ് പ്രീ പ്ലേസ്മെൻറ്റ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഓഫ് എൻ എഫിഷ്യൻറ്റ് ഒക്കുപേഷണൽ ഹെൽത്ത് സർവീസ്. നമ്മൾ ജോബിനോട് ബേസ് ചെയ്യുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സർവീസ് വെക്കുക. ദെൻ പീരിയോഡിക്കൽ എക്സാമിനേഷൻ, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെക്കപ്പ് ഒക്കെ വരുന്നത് ഈ സെക്കൻഡറി ലെവൽ പ്രിവെൻഷനിലാണ് കേട്ടോ. ദെൻ നോട്ടിഫിക്കേഷൻ, റിപ്പോർട്ട് സ്പെസിഫിക് ഡിസീസ് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത് തന്നെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഓക്കെ, പിന്നൊരു ടെക്നിക്ക് പ്രിവെൻഷൻ ചെയ്യാൻ. അതായത് നമ്മൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ഓരോ കാര്യം ഉണ്ടാക്കുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് ഫെസിലിറ്റി ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഫാക്ടറി സെറ്റപ്പൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നുള്ളൊരു മെയിൻ കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹാംഫുൾ മെറ്റീരിയൽ ബൈ എ ഹാംലെസ് വൺ ഓർ വൺ ഓഫ് ലെസർ ടോക്സിസിറ്റി. അതായത് നമുക്കിപ്പോൾ ടോക്സിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻറ്റ് ഉപയോഗിക്കുന്നതിന് പകരം അതിന് പകരമായിട്ട് ലെസ് ടോക്സിക് ആയിട്ട് ഒന്ന് ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. ഒന്നിന് പകരം ഒന്ന്. നമ്മുടെ ശരീരത്തിന് അധികം കേടില്ലാത്ത സാധനങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എൻക്ലോഷർ എന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ദ എസ്കേപ്പ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് ഇൻ ദ ഫാക്ടറി അറ്റ്മോസ്ഫിയർ. അതായത് ഫാക്ടറി അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ഡസ്റ്റും ഫ്യൂംസും ഒക്കെ എസ്കേപ്പ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. അതിനെ മാക്സിമം ദൂരേക്ക് പുറത്തേക്ക് വലിച്ചെടുത്ത് കളയുന്ന ആ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ അകത്തേക്ക് ടോക്സിൻ അല്ലേ പോയിസണൊന്നും പോകത്തില്ലല്ലോ. Then isolation, offensive in a separate building so that workers not directly exposed. അതായത് ഐസൊലേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഏജൻസ് ഒക്കെ അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഏജൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ഒക്കെ എന്ത് ചെയ്യണം? ഒരു ആൾക്കാർ താമസിക്കാത്ത ഒരു ഒതുങ്ങിയ ഏരിയയിൽ ചെയ്യണം. അതാകുമ്പോഴത്തേക്ക് ആൾക്കാരോ ഒന്നും ഡയറക്റ്റ്ലി എക്സ്പോസ് ആവുന്നില്ല. അതാണ് ഐസൊലേറ്റ് ചെയ്ത ഒരു ഏരിയയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഇതൊക്കെയാണ് നമുക്കിങ്ങനെ ഒക്കുപേഷണൽ ഹെൽത്ത് ഡിസീസ് എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള രീതികൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫാക്ടറീസ് ആക്ട്.
ഫാക്ടറീസ് ആക്ട് വന്നത് 1948 ഫാക്ടറീസ് ആക്ട് വന്നത്. Define factory as an establishment employing 10 or more workers where power is used and 20 or more workers where power is not used. ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ 10 വർക്കേഴ്സ് ഉണ്ട്, പിന്നെ പവറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ, പവർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്തെങ്കിലും ഒരു ഉപകരണം, ഇലക്ട്രിക് ഉപകരണം, പവറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഫാക്ടറി എന്ന് പറയാം. അല്ലെങ്കിൽ 20 അതിൽ കൂടുതലോ വർക്കേഴ്സ് ഉണ്ട്, പവർ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഫാക്ടറി എന്ന് പറയാം. The Act prohibits employment of children below the age 40 years. അതായത് ഫാക്ടറീസ് ആക്ടിൽ മെയിനായിട്ടും 14 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക്, അല്ലേ, കൊച്ചു പിള്ളേർക്ക് ജോലി എടുക്കരുത് എന്നുള്ളൊരു പ്രൊഹിബിഷൻ ആക്റ്റും കൂടിയാണ് ഈ ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫാക്ടറീസ് ആക്ടിലെ കുറച്ച് കാര്യങ്ങളാണ്. മാക്സിമം വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 48 അവേഴ്സ് പെർ വീക്സ്. ഒരു ഫാക്ടറീസ് ആക്ടിലെ കാര്യങ്ങളാണ് കേട്ടോ. ഒരാഴ്ച ഒരാൾക്ക് 48 മണിക്കൂർ വർക്ക് ചെയ്യാവൂ എന്നാണ് ഫാക്ടറീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 1000 വർക്കേഴ്സിന് ഒരു സേഫ്റ്റി ഓഫീസർ വേണം. 1000 ജോലിക്കാർക്ക് ഒരു സേഫ്റ്റി ഓഫീസർ. 500 വർക്കേഴ്സിന് ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കണം. 250 വർക്കേഴ്സിന് ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരിക്കണം. 30 വുമൺ വർക്കേഴ്സിന് ഒരു പ്ലേ സ്കൂൾ ഉണ്ടായിരിക്കണം. അതായത് കുട്ടികളൊക്കെ കൊണ്ടാക്കിയിട്ട് അവർക്ക് ജോലിക്ക് വരാൻ വേണ്ടിയുള്ള. സോ ഇതൊക്കെയാണ് ഫാക്ടറീസ് ആക്ടിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എംഫസൈസ് ചെയ്ത് പറയേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിനകത്ത് 14 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ജോലി എടുക്കാൻ പാടില്ല എന്നുണ്ട്. അതുകൂടാതെ മാക്സിമം വർക്കിംഗ് അവേഴ്സ് ഒരു ആഴ്ചയിലാണ് കേട്ടോ. ഒരാഴ്ചയിൽ 48 മണിക്കൂർ. 1000 വർക്കേഴ്സിന് ഒരു സേഫ്റ്റി ഓഫീസർ, 500 വർക്കേഴ്സിന് ഒരു വെൽഫെയർ ഓഫീസർ, 250 വർക്കേഴ്സിന് ഒരു ക്യാൻറ്റീൻ വേണം, 30 വുമൺ വർക്കേഴ്സിന് ഒരു പ്ലേ സ്കൂൾ, 30 ഒരു പ്ലേ സ്കൂൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ESI, എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, അല്ലെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. 1948 ഇതും വന്നത് കേട്ടോ. ഫാക്ടറീസ് ആക്ടും ESIയും 1948, 1948 ആപ്ലിക്കബിൾ വെയർ ഇൻ 10 or more പേഴ്സൺസ് വെയർ എംപ്ലോയി. നമ്മളുള്ള ഫാക്ടറീസിലാണ് ഇത് കൂടുതലാണ്. 10 ആൾക്കാരിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്ലേസസിലും നമുക്ക് ESI ഇൻഷുറൻസ് ആപ്ലിക്കബിൾ ആണ്. യൂണിയൻ മിനിസ്റ്റർ ഫോർ ലേബർ ഈസ് ദ ചെയർമാൻ ഓഫ് ESI കോർപ്പറേഷൻ. ESI കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഫോർ ലേബർ ആണ് കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഫോർ ലേബർ ആണ് നമ്മുടെ ESI കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. സോ ESIയിൽ നമുക്ക് സിക്നെസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 91 ഡേയ്സ് ആണ് കേട്ടോ. 91 ഡേയ്സ് ആണ് ESIയിലെ സിക്നെസ് ബെനിഫിറ്റ്. ESIയിൽ നമുക്ക് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റും കിട്ടാറുണ്ട്. 2 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് എടുക്കാം. ടെമ്പററി ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് ഇസ് അബൌട്ട് 90% ഓഫ് വേജസ്. അതായത് ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത് 90% ഓഫ് നമ്മുടെ സാലറി 90% തരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് ESIയിൽ മെയിനായിട്ട് പറയാനുള്ളത്. എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ അറ്റ് വർക്ക് പ്ലേസ്. ഒരു ജോലി സ്ഥലത്തുള്ള എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ അല്ലെങ്കിൽ സ്ഥലം, സ്പേസ് ഒക്കെ എത്ര വേണമെന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് സ്പേസ് ഓഫ് 500 ക്യൂബിക് ഫീറ്റ് പെർ എവരി വർക്ക്. ഒരു വർക്കറിന് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട സ്റ്റാൻഡേർഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ 500 ക്യൂബിക് ഫീറ്റ് ആണ് കേട്ടോ. 500 ക്യൂബിക് ഫീറ്റ് ആണ് ഒരു വർക്കറിന് ഉള്ള സ്റ്റാൻഡേർഡ് സ്പേസ് കേട്ടോ. ഇനി ലൈറ്റ് ആണെങ്കിൽ പ്രിസിഷൻ വർക്കർ ആണെങ്കിൽ 50-75 ഫുഡ് ക്യാൻഡിൽസിൻ്റെ ആണ് കേട്ടോ. 50-75 ഫുഡ് ക്യാൻഡിൽസ്, അത്രയും വെട്ടാം. പിന്നെ റെഗുലർ വർക്കർ ആണെങ്കിൽ 6-12 ഫുഡ് ക്യാൻഡിൽസ്. അപ്പോൾ പ്രിസിഷൻ വർക്കർ ആണെങ്കിൽ എന്താണ്, പ്രിസൈസ് വർക്ക്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് 50-75, ഇച്ചിരി കൂടുതൽ വേണം. 50-75 ഫുഡ് ക്യാൻഡിൽസ് ആണ് കേട്ടോ. റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 6-12 ഫുഡ് ക്യാൻഡിൽസ്. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ പറയുന്ന ആക്ടാണ് ആർട്ടിക്കിൾ 24 കേട്ടോ. ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂർ ആണ് കേട്ടോ. നാഷണൽ എൻവയോൺമെൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂർ ആണ്. നാഷണൽ എൻവയോൺമെൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഗ്പൂർ. നാഷണൽ എൻവയോൺമെൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂർ. ഓക്കെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എവിടെയാണെന്ന് അറിയുമ്പോൾ കൊൽക്കത്തയിലാണ് കേട്ടോ. നാഷണൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് കൊൽക്കത്തയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, നാഷണൽ എൻവയോൺമെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂറാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീനിക് ആൻഡ് പബ്ലിക് ഹെൽത്ത് കൊൽക്കത്തയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദാണ്. സോ ഇത്രയാണ് ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് നഴ്സിംഗ്. ഇനി നമുക്കൊരു വാസ്റ്റ് ടോപ്പിക്ക് കിടപ്പുണ്ട്. ഒരു എൻവയോൺമെൻറ്റ് സാനിറ്റേഷൻ
ആൻഡ് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇനി 2 ദിവസം നമുക്ക് റിവിഷൻ വയ്ക്കണം. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് വരുന്ന പോർഷൻസ് നമുക്ക് ഒരു റിവിഷൻ വീഡിയോ ഇടാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ എത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ഭയങ്കര വാസ്റ്റ് അല്ലേ കമ്മ്യൂണിറ്റിയൊക്കെ. നമുക്ക് നമ്മൾ ലേറ്റായി തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ പറഞ്ഞതൊക്കെ ഒരുപാട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ടോപ്പിക്സ്. നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ വൈകിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീ യു അഗെയിൻ.